ഹായ് ഹലോ. വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല അടിപൊളി പഴം വെച്ചിട്ടുള്ള പഴം അടുക്ക് തയ്യാറാക്കിയാലോ. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ നേന്ത്രപ്പഴം ഇട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇതായിപ്പം പഴം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി അതിലേക്ക് അല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഫില്ലിങ്സ് മാറ്റി റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 കോഴിമുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് 1.5 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. ഇതാ ഈ ഒരു പരുവത്തിൽ മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി ഒരു പാനിലേക്ക് അല്പം നെയ്യ് ബ്രഷ് ചെയ്തതിന് ശേഷം കുറേശ്ശെ മാവൊഴിച്ച് ദോശ പോലെ ചുട്ടെടുക്കണേ. ദോശ ചുട്ടതിന് ശേഷം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പഴത്തിൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സൈഡിൽ അല്പം നേരത്തെ മൈദ ബാറ്റർ ഒഴിച്ച് അതിലെ ഇപ്പുറത്തെ വശം ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മറുവശത്തായിട്ട് അതുപോലെ ദോശ ചുട്ടെടുക്കുക. ഇനി അത് ദോശ തയ്യാറായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പഴത്തിൻ്റെ ഫില്ലിങ്സും കൂടെ വെച്ച് മൈദമാവ് നേരത്തെ പോലെ അല്പം ഒഴിച്ച് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മറുവശത്തായിട്ട് അതുപോലെ നെയ്യ് തടവിയതിന് ശേഷം ദോശ ചുട്ട് കൊടുക്കുക. ഇനി അതിലും അല്പം പഴത്തിൻ്റെ ഫില്ലിങ്സ് വെച്ചിട്ട് ഒരു സൈഡിൽ മൈദാമാവ് ഒഴിച്ച് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ 3 ലെയറായിട്ടാണ് ആക്കിയിട്ടുള്ളത്. തിരിച്ച് മറിച്ച് വിട്ട് ഇതാ ഈ ഒരു കളറാകുമ്പോൾ പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ അടുത്ത ഇത് ചുട്ടെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ദോശ മാവ് ഒഴിച്ച് വെന്ത് വന്നതിന് ശേഷം ഫില്ലിങ്സ് വെച്ചിട്ട് ഒരു ഭാഗത്തേക്ക് മാവൊഴിച്ച് അത് ഒട്ടിച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുത്തതിന് ശേഷം പിന്നെ മറു സൈഡിൽ അതുപോലെ ദോശമാവ് ഒഴിച്ച് ഫില്ലിങ്സ് വെച്ച് തിരിച്ച് ഒട്ടിച്ചു കൊടുക്കുക മാവൊഴിച്ച്. അങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ 3 ലെയറായിട്ടാണ് ഇതും ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ 2 ഇത് അപ്പം തയ്യാറാക്കാനുള്ള മാവുണ്ടായിരുന്നു. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ഒത്തിരി ഈ പൊരിച്ച കടികളൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ്, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും, അടിപൊളി ടേസ്റ്റുമാണ്. തിരിച്ച് മറിച്ച് വിട്ട് രണ്ടാമത്തെ അടയും തയ്യാറാക്കിയെടുക്കുകയാണ്. പിന്നെ ലാസ്റ്റ് അതിൻ്റെ മുകളിൽ അല്പം നെയ്യ് കൂടെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ 2 പഴം അടുക്കും തയ്യാറായിട്ടുണ്ട്. മുട്ട വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ്. റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ 3 ലെയറായിട്ട് ഇങ്ങനെ പഴത്തിൻ്റെ ഫില്ലിങ്സ് ഒക്കെ വന്നിട്ട് കാണാനും അടിപൊളിയാണ്, കഴിക്കാനും അടിപൊളിയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.